ഡാമും പൊട്ടത്തില്ല. ദൈവം അറിയാതെ ഇതൊന്നും സംഭവിക്കില്ല. ദൈവത്തെ കൂടാതെയുള്ള മനുഷ്യന്റെ ഐക്യത ഭയങ്കര അപകടമാണ്. പ്രിയ സഹോദരങ്ങളെ, ദൈവത്തോട് ചേർന്നുള്ള ഐക്യത വളരെ നല്ലതാണ്. നമ്മൾ ഐക്യതയോടെ കാര്യങ്ങൾ ചെയ്യണം. സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നിടത്ത് അനുഗ്രഹം കൽപ്പിച്ചിരിക്കുന്നത്. പക്ഷേ ഇത് ദൈവത്തെ കൂടാതെ ആയാൽ അത് വമ്പൻ അപകടമായി മാറും. ഇങ്ങനെ പല രീതിയിൽ സഹായിച്ചു. ഇത് വേണ്ടതാ, നമ്മൾ കൈകോർത്ത് പിടിക്കണം. എന്നാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ പലപ്പോഴും പല ബ്ലോഗുകളും കടന്നു വരാനിടയായി. ഞങ്ങൾ പണിയും, ഞങ്ങൾ ഒരുമിച്ച് നിൽക്കും, ഇതൊക്കെ വേണ്ടതാ. പക്ഷേ ഉടയവനെ വിട്ടുപോകരുത്. അല്ലെങ്കിൽ എന്തു പറ്റും? ഉൽപ്പത്തി 11 റിപ്പീറ്റ് ചെയ്യപ്പെടും. ഒറ്റ പീസായിരുന്നു പാൻകിയ എന്നറിയപ്പെട്ട ഒരു ഒറ്റ പീസ്. എന്നാൽ ഇതാ അന്ന് ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിന്റെ കാലയളവിൽ ദൈവം ഇറങ്ങി വന്നു, ആ ഭൂമിയെ ചതറിച്ച് കളഞ്ഞു. അങ്ങനെയുള്ള വാക്കുകളുണ്ടല്ലോ, അങ്ങനെയുള്ള വാക്കുകൾ നമ്മുടെ ഹൃദയത്തിൽ ചിന്തിക്കുക പോലും അരുത്. ഗ്ലോറി, ഇങ്ങനെ പറയണം, എൻ്റെ ദൈവത്താൽ ഈ മതിൽ ഞാൻ ചാടിക്കടക്കാം. ഈ വെള്ളപ്പൊക്കം, ഈ പ്രതികൂലം, ഇതെല്ലാം ഞങ്ങളുടെ ദൈവത്താൽ ഞങ്ങൾ മറികടക്കും. ഇത് ഞങ്ങൾക്ക് തിന്മയല്ല, ഇത് ഞങ്ങൾക്ക് നന്മയായി തീരും. അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരങ്ങൾ, ഇതൊരു ഉപദേശമായി, ഒരു താക്കീതായി നമ്മുടെ ജീവിതത്തിൽ എടുത്ത് ചെയ്യുന്നതെല്ലാം നമുക്ക് നമ്മളിൽ നിന്നല്ല, ദൈവത്തിൽ നിന്ന് ആരംഭിക്കാം. അങ്ങനെയെങ്കിൽ തുടർന്നും നാം നന്മ കാണുവാനായിട്ട് ഇടയാകും. ദൈവം അറിയാതെ ഇതൊന്നും സംഭവിക്കില്ല. ഗ്ലോറി, പിന്നെ ചെറിയ ചിണുക്കൊക്കെ വരുന്നതിന്റെ കാര്യം എന്നറിയാമോ? നമ്മൾ താഴേക്ക് മാത്രം നോക്കുന്നത് നിർത്തിയിട്ടൊന്ന് മുകളിലേക്ക് നോക്കാനാ. മനസ്സിലായോ? മുകളിലേക്കൊന്ന് നോക്കണം. ഗ്ലോറി, എന്നിട്ട് നമ്മുടെ ഐക്യത എങ്ങനെയാ വേണ്ടെന്ന് അറിയാമോ? ഭൂമിയിലെ ഐക്യതയല്ല നമുക്ക് വേണ്ട, ആദ്യം ദൈവത്തോടുള്ള ഐക്യത വേണ്ട. ദൈവത്തോടുള്ള ഐക്യത. ഗ്ലോറി, ദൈവത്തോടുള്ള ഐക്യതയിൽ ദൈവത്തോടുകൂടെ നിന്നാൽ കുഞ്ഞുങ്ങളെ, എന്നെയും നിങ്ങളെ കർത്താവ് എങ്ങനെ കാക്കുന്നറിയാമോ? എൻ്റെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാക്കും. ഗ്ലോറി, ആ ദൈവത്തോടുള്ള വിശ്വാസം വേണം. കാരണം ഞാൻ ദൈവത്തിൻ്റെ ഉള്ളം കരങ്ങളിൽ ഇരിക്കട്ടെ, ആർക്കും ഒന്നും ചെയ്യുവാൻ എന്നെ കഴിയില്ല. ആ ദൈവത്തോട് കൂടെ നടക്കണം, ദൈവത്തോട് കൂടെ നിൽക്കണം. ആ ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കണം. ഗ്ലോറി, ആ ഒരു തലത്തിൽ നമ്മൾ പോകണം. പ്രിയ കുഞ്ഞുങ്ങൾ, നമുക്കൊന്നും സംഭവിക്കുന്നില്ല. കാരണം നമ്മുടെ അപ്പൻ നമ്മോട് കൂടെ ഉണ്ട്, ഒന്നും സംഭവിക്കില്ല. പക്ഷേ അപ്പനെ വിട്ട് നമ്മൾ താഴേക്ക് തന്നെ നോക്കുക, അപ്പനെ അന്വേഷിക്കുന്നതേ ഇല്ല എങ്കിൽ, മാത്രമല്ല വളരെ കുഴപ്പങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്നെങ്കിൽ ചിലപ്പോൾ അപ്പനെ ഒരു ചെവിക്കൊന്ന് പിടിച്ചെന്നൊക്കെ ഇരിക്കും. അപ്പം നമ്മൾ അപ്പനെ കുറിച്ചൊന്ന് ചിന്തിക്കും. മനസ്സിലായോ? നമ്മളെപ്പോഴും വായിക്കേണ്ടത്, ദൈവത്തെ കൂടാതെയുള്ള നമ്മുടെ ഐക്യത അപകടമാണ്. ശ്രദ്ധിച്ചോളണം. ഇന്ന് നമ്മളെല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവത്തെ കൂടാതെയുള്ള നമ്മളുടെ ഐക്യത അപകടമാണ്. ഉൽപ്പത്തി 11 റിപ്പീറ്റ് ചെയ്യും. എന്താ ഉൽപ്പത്തി 11 അറിയാമോ? എബേറിന് 2 പുത്രന്മാർ ജനിച്ചു. ഒരുത്തിന് പെലഗ് എന്നു പേർ. അവന്റെ കാലത്തായിരുന്നു ഭൂവാസികൾ പിരിഞ്ഞുപോയത്. യഥാർത്ഥത്തിൽ ആ ട്രാൻസ്ലേഷനിൽ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് ഇംഗ്ലീഷിലാണ് അത് പറയുന്നത്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഫോർ ഇൻ ഹിസ് ഡേയ്സ് വാസ് ദ എർത്ത് ഡിവൈഡഡ്. ഭൂമി പിരിഞ്ഞുപോയത് അവൻ്റെ കാലത്തായിരുന്നു. ഭൂമി പിരിഞ്ഞുപോയത്, ഭൂവാസികൾ പിരിഞ്ഞുപോയെന്നല്ല, ഭൂമി പിരിഞ്ഞുപോയി. ശ്രദ്ധിച്ചോളണം, ഈ ശബ്ദപരിധിയിലുള്ള എല്ലാവരും ശ്രദ്ധിച്ചോളണം. ദൈവത്തെ കൂടെ ഐക്യത നല്ലതാണ്, പക്ഷെ ദൈവത്തെ കൂടാതെയുള്ള ഐക്യത ഭയങ്കര അപകടമാണ്. വരുവിൻ നമുക്ക് പണിയാം. ഭയങ്കര ഐക്യത. ആകാശത്തോളം മുട്ടുന്നൊരു ഗോപുരം നമുക്ക് ഉണ്ടാക്കാം. ആര് പുറത്ത്? ദൈവം പുറത്ത്. അപകടം മക്കളെ, അതൊരലാറമാണ്. ഗ്ലോറി, വളരെ ശ്രദ്ധിച്ചോളണം. ദൈവം ഇറങ്ങി വന്നു, ചതറിച്ചു കളഞ്ഞു. ഭൂമി പീസായി 7 ഭൂഖണ്ഡങ്ങളായി ചതറി.
അന്ന് വരെയും പാൻഗിയ എന്നറിയപ്പെട്ടിരുന്ന ഒറ്റ പീസായിരുന്നു ഭൂമി. നിങ്ങൾ ഹിസ്റ്ററി പഠിക്കുന്നവരൊന്ന് പഠിച്ചു നോക്കിയാൽ അറിയാം, ഒറ്റ പീസായിരുന്നു. നിങ്ങളുടെ 7 ഭൂഖണ്ഡമൊന്നും ഇല്ലായിരുന്നു, ഒറ്റ ലാംഗ്വേജ് ആയിരുന്നു. ഇതുപോലെ അനേക ഭാഷകളില്ലായിരുന്നു. അന്ന് ദൈവം ചെതറിച്ചു, അതിനെ ചെതറി പല പീസുകളായി കടന്നുപോയി. പാൻഗിയ എന്നറിയപ്പെടുന്ന ഒറ്റ പീസായിരുന്നു പല കഷ്ണങ്ങളായി മാറി. കാര്യം എന്നറിയാമോ? ദൈവത്തെ കൂടാതെയുള്ള മനുഷ്യരുടെ ഐക്യത. ഗ്ലോറി, ഐക്യത നല്ലതാ, പക്ഷെ ദൈവത്തോട് ചേർന്നുള്ള ഐക്യത. യഹോവ ഭവനം പണിയുന്നില്ല എങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ്. യഹോവ പട്ടണം കാക്കുന്നില്ല എങ്കിൽ രാത്രി മുഴുവൻ ഉറക്കമുളച്ചിരുന്ന് കാക്കുന്നത് വ്യർത്ഥമാ. അതിന്റെ അർത്ഥം ആദ്യം ആരെ കൊണ്ടുവരണം? ദൈവത്തെ, സൃഷ്ടാവിനെ കൊണ്ടുവരണം. ഗ്ലോറി, നമുക്ക് തരം ദോഷങ്ങളൊന്നുമില്ല. എന്തെങ്കിലും ദോഷം ശരീരത്തിൽ തന്നിട്ടുണ്ടെങ്കിൽ വ്യാകുലപ്പെടേണ്ട. നമ്മുടെ ശരീരം കുഞ്ഞെ ഇവിടെ ഏതെങ്കിലും രീതിയിൽ ഇവിടെ തീരേണ്ടതാ. ഒന്നില്ലെങ്കിൽ രോഗമായിട്ട് തീരും, അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് ആയിട്ടോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രോഗങ്ങളായിട്ട് ഇവിടെ കൊണ്ട് തീരും, അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് ആയിട്ട് തീരും, ഒന്നുമില്ലെങ്കിൽ കിടന്ന് തീരും, ഇല്ലേ? അതിനല്ലാതെ വേറെ എന്തിനെങ്കിലും നാശങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല ഇതുവരെ. പക്ഷെ നമ്മുടെ സോള് തീപ്പുകയെ പോയാൽ എന്നും നാശമാണ്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങൾ, നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, അപ്പച്ചൻ തരുന്ന ചെറിയൊരു നുള്ളായിട്ട് കൂട്ടിയാൽ മതി. എന്തിനാണെന്നറിയാമോ? നമ്മുടെ സോള് ദൈവത്തോട് തിരിയണം. എൻ്റെ അപ്പാ എന്ന് പറഞ്ഞ് ഉയരത്തിലേക്ക് നോക്കണം. ധൂർത്തപുത്രനെ എപ്പോൾ മാത്രമേ അപ്പനെ കുറിച്ച് ചിന്തിച്ചോളൂ? അറിയോ നിങ്ങൾക്ക്? അവനെല്ലാം നഷ്ടപ്പെട്ടപ്പോൾ, അവൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയപ്പോൾ അവൻ എവിടെ നിന്ന് പോയി? അപ്പനോട് പ്രാർത്ഥിച്ചു, അപ്പാ വസ്തുവിൽ എനിക്ക് വരേണ്ടുന്ന പങ്ക് എനിക്ക് തരണം, മക്കളെങ്കിൽ ഞങ്ങൾ അവകാശികളും. അവന് കിട്ടിയ പ്രാർത്ഥനയുടെ ഉത്തരം അവനെ അങ്ങോട്ട് കൊണ്ടുപോയി, അവൻ്റെ ജീവിതത്തിൽ നാശത്തിലേക്ക് കൊണ്ടുപോയി. പക്ഷേ അവന് അപ്പം കൊടുത്തതെല്ലാം നഷ്ടപ്പെട്ടപ്പോൾ അവൻ എന്തുണ്ടായി? അവന് സുബോധം ഉണ്ടായി. പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ദൈവം തരാത്തത് നമ്മൾ നാശത്തിലേക്ക് പോകാതിരിപ്പാൻ. ഗ്ലോറി, കാരണം നമുക്ക് പലതും വർദ്ധിക്കുമ്പോൾ നമുക്ക് നിഗളം വർദ്ധിക്കും. ഗ്ലോറി, പണ്ട് കൂടാരത്തിലും ഓലപ്പേരിലേക്ക് കിടന്ന സമയത്ത് പലപ്പോഴും ദൈവത്തെ വിളിക്കും. പക്ഷെ ഇന്ന് മാളികമള്ളിലേക്ക് കയറിയപ്പോൾ പലപ്പോഴും ദൈവത്തെ മറക്കരുത്. അപ്പോൾ ദൈവത്തെ കൂടുതൽ വിളിക്കണം. ദൈവം നമുക്ക് തരുന്ന നന്മകൾ ദൈവത്തെ മറക്കാനല്ല. ധൂർത്തപുത്രന് നന്മ കിട്ടിയപ്പോൾ അവൻ അപ്പനെ മറന്നു, അപ്പനിൽ നിന്ന് വിട്ട് ദൂരദേശത്തേക്ക് യാത്രയായി. പക്ഷെ അവൻ്റെ നഷ്ടം അവന് സുബോധം വരുത്തി. അവൻ തിരിഞ്ഞു. അങ്ങനെ അവന് എല്ലാം നഷ്ടമായപ്പോൾ അവൻ എഴുന്നേറ്റു. അവൻ പറഞ്ഞു, എൻ്റെ അപ്പൻ്റെ ഭവനത്തിൽ. അവൻ ആരെ ഓർത്തപ്പോൾ? അവൻ്റെ അപ്പനെ ഓർത്തു. പ്രിയ സഹോദരങ്ങളെ, പലപ്പോഴും അപ്പനെ ഓർക്കുവാൻ ചില തിക്താനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അത് ദൈവസ്നേഹമാണ്. ദൈവസ്നേഹം നമ്മളെ അതിലേക്ക് തിരിക്കുകയാണ്, ദൈവത്തിലേക്ക് തിരിക്കുകയാണ്.